I thank the Lord for this day and I welcome everyone who's coming to the service in the name of our Lord Jesus Christ who's coming soon. വീണ്ടും ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ ദൈവമായ കർത്താവ് ഒരുക്കുന്ന എല്ലാ നല്ല സാവകാശങ്ങൾക്കായി നന്ദി ഹൃദയത്തോടെ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. I thank the Lord for all the opportunity that He has given us to be at His footstool and listen to His word once again this week. ഇന്ന് പൽക്കാലം നമ്മൾ വായിക്കുവാനിടയായി തീർന്നത് 145 സങ്കീർത്തനമാണ്. ദാവീദിന്റെ ഒരു സങ്കീർത്തനം എന്ന് കാണുവാനിടയായി തീർന്നു. Today we have read from Psalm 145, which is the Psalm of David. അതിൻ്റെ ഹെഡിങ്ങിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിന് മൊത്തമുള്ള ഭാഗങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്രകാരം കാണുവാനിടയായി തീരും. ലഭിച്ച നന്മകൾക്കൊത്തവണ്ണം നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന് മഹത്വം കൊടുക്കുവാനിടയായി തീരണം. If we look at the subtitle and the content of the psalm, we can see that it glorifies the Lord for all the answered prayers that He has given us. മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും ലഭിക്കുവാനുള്ള നന്മയെപ്പറ്റി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദാവീദ് പറഞ്ഞത്, ലഭിച്ച നന്മകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ അടുത്ത നന്മകളും അനുഗ്രഹങ്ങളും ദൈവസന്നിധിയിൽ നിന്ന് നൽകുവാനിടയായി തീരും. Here King David explains that as we thank the Lord for all the goodness that He has given us, rather than expectantly waiting for the next good deed, then the Lord will continue to give us good things. അതിന്റെ 3-4 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Let's go to verses 3 and 4 please. Great is the Lord and greatly to be praised, and His greatness is unsearchable. One generation shall praise your works to another and shall declare your mighty acts. നമ്മൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന ദൈവം ആരെന്നാണ് ദാവീദ് പരിചയപ്പെടുത്തുന്നത്. യഹോവ വലിയവനും അത്യന്തം സ്തുതിക്ക് യോഗ്യനായ കർത്താവാണ്. Here David introduces the Lord whom we worship. The Lord is great and greatly deserves great praise. ഇന്ന് നമ്മൾ ആരാധിക്കുവാൻ സ്തുതിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ആ വലിപ്പം, ദൈവത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആ ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും. Today as we come and worship the Lord, we must understand the greatness of the Lord whom we worship. ഒന്നാമത് നമ്മുടെ ദൈവം ആരാധനകൾക്ക് സ്തുതികൾക്ക് യോഗ്യനാണ്. ഇവിടെ വായിക്കുന്ന യഹോവ വലിയവനാണ്, അത്യന്തം സ്തുത്യനായ ദൈവമാണ്. Here we read that great is the Lord and He deserves great praise. അത് മാത്രമല്ല, അവൻ്റെ മഹിമയുണ്ടല്ലോ. ഹല്ലേലൂയ. അത്യന്തം അഗോചരമാണ്, ആർക്കും വെളിപ്പെടാത്ത വിധത്തിൽ ദൈവത്തിൻ്റെ മഹിമ, ദൈവത്തിൻ്റെ ആ കൃപയുണ്ടല്ലോ, അത് ഏറ്റവും വലുതെന്ന് സംഗീതക്കാരൻ വിളിച്ചു പറയുകയാണ്. And not just that, the psalmist reminds us that His greatness is unsearchable in that it has not been revealed fully to any one person. വീണ്ടും കാണുന്ന തലമുറയോട് അവൻ്റെ ക്രിയകളെ പുകഴ്ത്തുവാനും വീര്യപ്രവൃത്തികളെ പ്രസ്താവിക്കുവാനും ഇടയായി തീരണം. In the next line we read, one generation shall praise your works to another and shall declare your mighty acts. ഇസ്രായേൽ മക്കളോട് മോശ ഹല്ലേലൂയ ദൈവത്തിലൂടെ സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, തലമുറയോട് ഈ ദൈവത്തിൻ്റെ വചനം, കൽപ്പനകളും പ്രമാണങ്ങളും അവരോട് ഉപദേശിക്കുവാൻ ഇടയായി തീരണമെന്ന്. Moses, when he preaches to the Israelites, reminds them that one generation is supposed to proclaim the greatness of the Lord to the succeeding generation. അതുകൊണ്ടാണ് നമ്മൾ സൺഡേ സ്കൂളിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഈ ദൈവത്തിൻ്റെ വചനം പാഠങ്ങളിലൂടെ പഠിപ്പിച്ചവരെ കൊടുക്കുന്നത്. വരുവാനുള്ള തലമുറ ദൈവത്തിലേക്ക് അനുഗ്രഹമായി തീരണമെങ്കിൽ ഈ വചനത്തിൽ അടിസ്ഥാനം ആയി തീരുവാനിടയായി തീരണം. And that is why we teach the scriptures to our children in Sunday school, so that they have a strong foundation, the scriptures that the Lord has given us. അതിന്റെ 8-9 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Let's go to verses 8 and 9 please. യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ. യഹോവ എല്ലാവർക്കും നല്ലവൻ, തൻ്റെ സകല പ്രവൃത്തികളോടും അവന് കരുണ തോന്നുന്നു. The Lord is gracious and full of compassion, slow to anger and great in mercy. The Lord is good to all, and His tender mercies are over all His works. നമ്മുടെ ദൈവത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്, അവൻ കൃപ നിറഞ്ഞവനാണ്, കരുണയുള്ളവനാണ്, ദീർഘക്ഷമയും മഹാദയമുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. The specialty of the Lord is that He is gracious, He is full of compassion, and He is long suffering and great in mercy. അത് മാത്രമല്ല, യഹോവ എല്ലാവർക്കും നല്ലവനാണ്, തെറ്റ് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ ശരി ചെയ്യുന്നവർക്കും ലോകത്തുള്ള എല്ലാവർക്കും ഒരുപോലെ സൂര്യനെ ഉദിപ്പിക്കുകയും മഴ പെയ്യ്ക്കുകയും വേണ്ടുന്ന കാര്യങ്ങൾ കൊടുക്കുവാനിടയായി തീരും. And the Lord is good to all, even to the sinners and to the righteous. And He gives us the light of the sun and the rain of the skies to all people. അവരോട് ചേർന്ന് പറയുകയാണ്, തൻ്റെ സകല പ്രവൃത്തികൾക്കും അവൻ കരുണ തോന്നുന്ന ദൈവമാണ്, കരുണയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് കാണുവാനിടയായി തീരും. We can see that our Lord is gracious and full of compassion to all His creation. വീണ്ടും സംഗീതക്കാരൻ പറയുന്നത്, യഹോവേ നിന്റെ സകല പ്രവൃത്തിയിൽ നിനക്ക് സ്തോത്രം ചെയ്യും. അത് മാത്രമല്ല, നിന്റെ ഭക്തന്മാർ നിന്നെ
വാഴ്ത്തി സ്തുതിക്കുന്നു. പൽക്കാലം നമ്മൾ ദൈവത്തിൻ്റെ ഭക്തന്മാരാണെങ്കിൽ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുവാനിടയായി തീരണം. In the next line, the psalmist says, all your works shall praise you, O Lord, and your saints shall call upon you. So if you are one of his works, then you should continue to praise and bless the Lord. ദൈവം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാൾ ചെയ്ത ഉപകാരങ്ങളെ നന്മകളെ ഓർത്ത് കഴിയുമ്പോൾ ദൈവത്തെ എങ്ങനെ വാഴ്ത്തി സ്തുതിക്കാതിരിക്കും? ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തോടെ പറയുവാനിടയായി തീരണം, ആ ദൈവം എത്ര നല്ലവനാണ്, മതിയായവനാണ്, അതുകൊണ്ട് അവനെ സ്തുതിക്കുവാനും ആരാധിപ്പാനും ഇടയായി തീരണം. How can you stop praising and blessing the Lord when you bring into remembrance all the good things he has done for you in your past life, and you must continue to do that? അതിന്റെ 13-14 വാക്യങ്ങളിലേക്ക് കടന്നു വരാം. Let's go to verses 13 and 14 of that psalm, please. നിന്റെ രാജത്വം നിത്യരാജത്വമാകുന്നു, നിന്റെ ആധിപത്യം തലമുറ തലമുറയായിരിക്കുന്നു. വീഴുന്നവരെയൊക്കെയും യഹോവ താങ്ങുന്നു, കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെ അവൻ നിവർത്തുന്നു. Your kingdom is an everlasting kingdom, and your dominion endures throughout all generations. The Lord upholds all who fall and raises up all who are bowed down. ലോകത്തിൽ അനേക രാജാക്കന്മാർ ജനിച്ചിട്ടുണ്ട്. അവരൊക്കെയും ഈ ലോകത്തിലൂടെ മരണം വഴിയായി കടന്നുപോയിട്ടുണ്ട്. എന്നാൽ നമ്മൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ പ്രത്യേകതയാണ്, അവൻ നിത്യനായ രാജാവാണ്. ഹല്ലേലൂയ. Many kings have been born in this world, and they have all passed from this world through death. But the king whom we serve has an everlasting life, an everlasting kingdom. അത് മാത്രമല്ല, നിന്റെ ആധിപത്യം തലമുറ തലമുറയായി ദൈവം നൽകുവാനിടയായി തീരും. And his dominion endures throughout all generations. അത് അടുത്ത് വായിക്കുന്നത്, വീഴുന്നവരൊക്കെ അവൻ താങ്ങുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. In the next line we read that the Lord upholds all who fall. മനുഷ്യർ വീഴുന്നവരെ ഒന്നുകൂടെ കുഴിയിലേക്ക് തള്ളിയിടുമ്പോൾ നമ്മുടെ ദൈവം അപ്രകാരമുള്ള ദൈവമല്ല, വീഴുന്നവരെ അവൻ തന്റെ ഭുജത്തിൽ വായിക്കുന്ന ദൈവമാണ്. A man might kick those who fall while he is down, but the Lord will raise up anyone who is falling down. നമ്മൾ ഏതെങ്കിലും വിഷയത്തിൽ കുനിഞ്ഞിരിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ ഒന്നുകൂടി തെള്ളു തന്ന് മനുഷ്യർ തള്ളിയിടുമ്പോൾ ഇവിടെ വായിക്കുന്നത്, കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുവാൻ, ഹല്ലേലൂയ, ദൈവമോത്തേക്ക് നോക്കുവാൻ, അവനെ ആരാധിക്കുവാൻ ദൈവം നമുക്ക് ബലവും ശക്തിയും നൽകുവാനിടയായി തീരും. Even as man kicks someone who is down, the Lord will give you strength and ability and raise you up from where you have fallen. ഒരു മനുഷ്യനെ നിവർന്നു നിൽക്കുന്നത് അവന്റെ ബാക്ക് സ്പൈന് ആണ് അവനെ നേരെ നിർത്തുന്നത്. It's the spine of a person that enables him or her to stand upright. ആത്മാവിൽ ഒരുത്തനെ നേരെ നിർത്തുന്നത് ദൈവത്തിന്റെ വചനമാണ്. ആ ക്രിസ്തുവാകുന്ന പാറമേൽ ഉറച്ച് വചനത്തിൽ അടിസ്ഥാനം ഇട്ട് കഴിഞ്ഞാൽ അവൻ ദൈവസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കുവാനിടയായി തീരും. And just like that, the scripture upholds anyone in his spirit. And if you are standing on the spirit, on the rock that is Christ, then the scriptures will uphold you as a strong foundation. യോബിന് കടന്നു വന്ന പോലെ തിരമാലകളും ഈശാനമൂലാന്ന കൊടുങ്കാറ്റുകളും പലതൊക്കെ കടന്നു വരും. എന്നാലും അവനായിരിക്കുന്ന ക്രിസ്തുവാകുന്ന പാറയിലായതുകൊണ്ട് അവൻ ഉറച്ചു നിൽക്കുവാൻ സാധിക്കും. You might be facing storms such as the Euroclydon, or you might be going through trials and tribulations like Job, but the Lord will enable you to stand up straight. അതിന്റെ 18-19 വാക്യങ്ങൾ നോക്കാം. Let's go to verses 18 and 19 of that psalm, please. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. The Lord is near to all who call upon him, to all who call upon him in truth. He will fulfill the desire of those who fear him. He also will hear their cry and save them. ഇവിടെ സംഗീതക്കാരൻ പറയുന്നത്, ആർക്കാണ് ദൈവം സമീപസ്ഥനായി നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട് ഏറ്റവും അടുത്തിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് എന്നിവിടെ വായിക്കുവാനിടയായി തീരും. Here the psalmist describes to whom the Lord is close by, to whom the Lord will fulfill their desires. ദൈവത്തെ വിളിക്കുന്ന അനേകം പേര് ലോകത്തിലൊക്കെ കാണാം. എന്നാൽ ഇവിടെ വായിക്കുന്ന യഹോവയെ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, അടുത്ത വാക്യം ഒന്നുകൂടെ പറയുകയാണ്, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവൻ ദൂരസ്ഥനല്ല. എങ്ങനെയാണ് വായിക്കുന്നത്? ഓ സമീപസ്ഥനായി നമ്മുടെ കൂടെ ഇരുന്ന് ഹല്ലേലൂയ വഴികാട്ടുവാൻ അവൻ ശക്തനായ ദൈവമാണ്. There might be many people in this world who might describe themselves as calling upon the Lord, but if you call upon the Lord in truth, then he will remain close to you and fulfill your desires. നമ്മൾ ബന്ധക്കാർ ചർച്ചക്കാരൊക്കെ നമ്മളെ വിട്ട് ദൂരസ്ഥലത്ത് ഇന്ത്യയിലും പല രാജ്യങ്ങളൊക്കെ ആയിരിക്കും. എന്നാൽ നമ്മുടെ ദൈവം അങ്ങനെ പ്രകാരമുള്ള ദൈവമല്ല. ഹല്ലേലൂയ, നമ്മൾ എന്ന് ദൈവത്തെ കണ്ടുമുട്ടിയോ, അല്ല ദൈവം നമ്മളെ എന്ന് കണ്ടോ അന്നു മുതൽ നമ്മുടെ ഹല്ലേലൂയ നിത്യത വരെയും നമ്മളെ വഴി നടത്തുവാൻ കൂടെ ഇരുന്ന് ആലോചന പറഞ്ഞു തരുവാൻ ദൈവം സർവശക്തനായ ദൈവമാണ്. Your friends and relatives might be afar off and perhaps in India, but your Lord is near to you and will hear your prayer and fulfill the desires of your heart. 10 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ അവൻ സാധിപ്പിക്കുവാൻ ഇടയാക്കി തീർക്കും. In verse 19 we read, he will fulfill the desire of those who fear him. ഇന്നലെ ഈ വാക്യം വായിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിപ്പാനിടയായി അല്പനേരം നമ്മൾ ചിന്തിക്കുന്നത് ആഗ്രഹങ്ങളെ സാധിപ്പിച്ചായിരുന്നു
ഒരു ദൈവത്തെ പറ്റിയാണ്. So the Lord spoke to me as I was meditating on this verse yesterday. So we are going to bring into remembrance the Lord who fulfills desires. മനുഷ്യരായി ജനിച്ച എല്ലാവർക്കും ചെറുതും വലുതുമായ അനേക നൂറുകണക്കിന് ആഗ്രഹങ്ങൾ കാണാം. Every human being who's born into this world have many desires, some small, some big. ദൈവമക്കളായ നമ്മൾ ആ ഓരോ ആഗ്രഹങ്ങളും ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമുള്ള ആഗ്രഹമാണോ എന്ന് അവരുടെ കരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ചു കൊടുക്കുവാനിടയായി തീരണം. It is up to us as children of God to evaluate whether our desires are according to His scriptures. നമ്മൾ ഈ രാജ്യത്തേക്ക് കടന്നു വന്നപ്പോൾ നമുക്ക് ജോലി ലഭിക്കണം, നല്ല വീട് വാങ്ങിക്കണം, നല്ല സമ്പത്ത് വേണം, നല്ല കാറ് വേണം, പല പല നല്ല നല്ല ആഗ്രഹങ്ങളുണ്ട്. അതൊക്കെ നല്ല കാര്യമാണ്. അതിനേക്കാൾ ഉപരിയായി ദൈവസ്ഥനോട് അടുത്തു വരുന്നുള്ള ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കുവാനിടയായി തീരണം. As you come into the UK, you might have many desires. I need to have a house, a car, and many other worldly blessings. But remember that you need to have a spiritual thirst, and that should be an earnest desire of your heart. മെയിനായി മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന രണ്ട് ആഗ്രഹങ്ങളാണ്. ഒന്ന് നല്ല ആഗ്രഹങ്ങൾ, അതിനെ ദൈവം സാധിപ്പിക്കുവാനിടയായി തീരും. അടുത്തത് ചീത്തയായിട്ടുള്ള ആഗ്രഹങ്ങളാണ്. ചിലർ ടെററിസ്റ്റ് ആയി തീരും. ലോകപ്രകാരം അനേക കാര്യങ്ങൾ ക്രൂരമായി ചെയ്യുവാന് ചിലരുടെ മനസ്സ് തിരിക്കുവാനിടയായി തീരും. As a person, you have two kinds of desire. One is a good desire to do good deeds, and the other are evil desires to do evil deeds, perhaps to do acts of terrorism and other worldly things. എന്നാൽ ദൈവത്തിന്റെ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ കാണുവാനിടയായി തീർന്നത് തന്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? സാധിപ്പിക്കും. ഒന്നാം നമ്മൾ ചിന്തിക്കണം, നമ്മൾ ദൈവത്തിന്റെ ഒരു ഭക്തനാണോ അല്ലെ ഭക്തയാണോ എന്ന് ചിന്തിക്കുവാനിടയായി തീരണം. But as we look into the scripture, the Lord says that He will fulfill the desires of those who fear Him. But before we do that, we must ask ourselves if we truly call upon the Lord. ജോസഫിന് അനേക സ്വപ്നങ്ങൾ കാണുവാനിടയായി തീർന്നു. അനേക ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അവരുടെ സഹോദരന്മാർ പിടിച്ചവനെ എന്തറിയാമോ? പൊട്ടക്കിണറ്റിലിടുവാനിടയായി. അവരുടെ സഹോദരന്മാർ ചിന്തിച്ചത് ഇവിടം കൊണ്ട് അവൻ്റെ ആ വിളിയും തെരഞ്ഞെടുപ്പും അവൻ്റെ ആഗ്രഹവും അവസാനിക്കുമെന്നാണ്. എന്നാൽ ആ നിലവിളിയെ കേട്ട ഉയരത്തിലൊരു ദൈവമുണ്ട്, ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുക്കുന്ന ദൈവമുണ്ട്. സമയമായപ്പോൾ അവനെന്തറിയാമോ? ആ പൊട്ടക്കരുത് നിന്ന് കയറം പിടിച്ച് നിർത്തുവാനിടയാക്കി തീർത്തു. Joseph had many dreams and desires, but when his brothers heard about it, they grew jealous and put him in a deep cistern. But the Lord plucked him out of that cistern. നമ്മൾ കണ്ടിരിക്കുന്ന സ്വപ്നങ്ങളും ദർശനങ്ങളും കാര്യങ്ങൾ ഒരു ദിവസം കൊണ്ട് സാധിക്കത്തില്ല. നമ്മുടെ ജീവിതയാത്രയിൽ ഹല്ലേലൂയ നല്ല ആഗ്രഹങ്ങളെ ഉണ്ടെങ്കിൽ അത് സാധിപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് പൽക്കാലം ഞാനും നിങ്ങളും ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത്. If you have dreams and desires that are from the Lord, they might not come to pass in one day or two, but the Lord is such a Lord that He will fulfill those dreams at the appointed time. ജോസഫിന്റെ ജീവിതയാത്രയിൽ അവന് കാരാഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ അവസാനമായി അവനെ കൊണ്ടെത്തിച്ചറിയാമോ? രാജാവ് കഴിഞ്ഞാൽ രണ്ടാമത്തെ വലിയവനായ ദൈവം അവനെ ഉയർത്തുവാനിടയാക്കി തീർത്തു. There was a period in Joseph's life when he was in prison, but the Lord brought him out of that time and put him as second in command after the king. നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങളിലേക്ക് കടന്നു വരാം. Let's go through some verses. Genesis chapter 4 verses 6 and 7 please. അപ്പോൾ യഹോവ കയീനോട്, നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നതും എന്തിന്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ല ഇല്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണമെന്ന് പറഞ്ഞു. So the Lord said to Cain, why are you angry, and why has your countenance fallen? If you do well, will you not be accepted? And if you do not do well, sin lies at the door, and its desire is for you, but you should rule over it. യഹോവയാ ദൈവം കയീനോട് ചോദിക്കുകയാണ്, നീ കോപിക്കുന്നത് എന്ത്? നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? Here we see the Lord asking Cain, why are you angry, and why has your countenance fallen? ഹല്ലേലൂയ. ഹൃദയത്തിന്റെ കണ്ണാടിയാണ് മുഖം. നന്മ ചെയ്യുന്നെങ്കിൽ അതിനെന്ത് ചെയ്യുന്നറിയാമോ? പ്രസാദമുണ്ടാകുവാനിടയായി തീരും. Your face is a reflection of what's going on in your heart, and if you do good things, then you will see a good emotion on your face. കയീനോട് പറയുകയാണ്, നീ നന്മ ചെയ്യുന്നെങ്കിൽ പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു എന്ന്. If you don't do well, then sin lies at your door, the Lord says to Cain. അത് മാത്രമല്ല, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു. And not just that, its desire is for you. അതിനെ കീഴടക്കുവാനിടയായി തീരണം. But you should rule over it. പ്രൈസ് ദി ലോർഡ്. കയീന്റെ ഹൃദയത്തിലെ ആഗ്രഹം സ്വന്തം സഹോദരനെ കൊല്ലണമെന്നായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ അവന്റെ ആഗ്രഹത്തെ, ആ പാപത്തെ അവൻ എന്ത് ചെയ്യുന്നറിയാമോ? കീഴടക്കുവാൻ സാധിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. At this point, Cain was planning the murder of his younger brother, and he could not contain the desire of that sin to rule over him. ഇന്ന് പൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ചീത്തയായ ആഗ്രഹങ്ങൾ കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് അതിനെ എന്ത് ചെയ്യണം?
കീഴടക്കുവാൻ, സപ്രസ് ചെയ്യുവാൻ ഇന്ന് പൽക്കാലം ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിലിടയായി തീരണം. Today, when evil thoughts and desires come into your heart, you should be able to rule over such sinful desires through the aid of the Holy Spirit. എന്നാൽ അത് നല്ലതാണെന്ന് പറഞ്ഞാൽ അതിനെ താലോലിച്ച് നമ്മൾ കൊണ്ടു നടന്നാലുണ്ടല്ലോ ആ പാപം നമ്മളെ കീഴ്പ്പെടുത്തുവാനിടയായി തീരും. But if you nurse and nourish such evil desires, then that evil desire will rule over you one day. ഏതേൻ തോട്ടത്തിൽ ഹല്ലേലൂയ ആദാവിന്റെ അവയെടുത്ത് പറഞ്ഞു, ആ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് ദൈവമായ കർത്താവ് പറയുവാനിടയായി തീർന്നു. In the Garden of Eden, Adam and Eve were told, do not eat of the fruit of the tree that is in the midst of the garden. എന്നാൽ സാത്താൻ പാമ്പിന്റെ രൂപത്തിൽ കടന്നു വന്ന് അവിടെ ഹൃദയത്തെ കൈവശമാക്കിയിടുന്നറിയാമോ, ഹല്ലേലൂയ ഈ ആഗ്രഹമുണ്ട്, നീ ഇത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ പോലാ എന്ന് കള്ളം പറയുവാനിടയായി തീർന്നു. But Satan, coming in the form of a serpent, seduced their hearts and told them, no, you will not die, but rather you will become like God if you eat of the fruit of the tree in the middle of the garden. ദൈവത്തോടുള്ള ആഗ്രഹവും അല്ലെ ദൈവം പറഞ്ഞ വാക്കുകളും അധികം കേൾക്കാതെ സാത്താൻ പറഞ്ഞ ആഗ്രഹത്തിലേക്ക് എന്നറിയാമോ അവരുടെ ഹൃദയം കീഴ്പ്പെടുത്തുവാനിടയായി. അത് മുഖാന്തറിയാമോ അത് നല്ലതെന്ന് കണ്ട് പറിച്ച് ഭക്ഷിക്കുവാനിടയായി പാപം ജനങ്ങളിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. And so they were seduced by the word of Satan and rejected the word that came from God, and they succumbed to their evil desires and ate of the fruit of the tree that was in the middle of the garden, and so succumbed to sin for the first time. ഇന്ന് പൽക്കാല ദൈവമക്കളായ നമ്മൾ ഓരോരുത്തരും പാപത്തെ കീഴ്പ്പെടുത്തുവാനുള്ള ദൈവശക്തിക്ക് വേണ്ടി, ദൈവകൃപയ്ക്ക് വേണ്ടി ഈ ദിവസങ്ങൾ പ്രാർത്ഥിച്ച് മുന്നേറുന്നുവെങ്കിൽ നിത്യരാജ്യ ദൈവരാജ്യം നമ്മൾ എത്തുവാനിടയായി തീരും. ഇല്ല എങ്കിൽ പാപത്തിന് അടിമയായി ജീവിച്ച് ഹല്ലേലൂയ നരകത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യുവാനിടയായി തീരും. Today, if you are able to conquer the evil desires of your heart, then one day you will complete your Christian life victoriously and reach the eternal kingdom. But if not, you are on the path to destruction. എസ്തേറിന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Let's go to book of Esther chapter 5 verses 7 and 8 please. അതിന് എസ്തേർ, എൻ്റെ അപേക്ഷയും ആഗ്രഹവും ഇതാകുന്നു, രാജാവിന് എന്നോട് കൃപയുണ്ടെങ്കിൽ എൻ്റെ അപേക്ഷ നൽകുവാനും എൻ്റെ ആഗ്രഹം നിവർത്തിക്കുവാനും രാജാവിന് തിരുവുള്ളമുണ്ടെങ്കിൽ രാജാവും ഹാമാനും ഞാൻ ഇനിയും ഒരുക്കുന്ന വിരുന്ന് വരണം. നാളെ ഞാൻ രാജാവ് കൽപ്പിച്ചതുപോലെ ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞു. Then Esther answered and said, my petition and request is this: if I have found favor in the sight of the king, and if it pleases the king to grant my petition and fulfill my request, then let the king and Haman come to the banquet which I will prepare for them, and tomorrow I will do as the king has said. എസ്തേർ രാജാവിൻ്റെ വൈഫാണെങ്കിലും ഒറ്റൊരാഗ്രഹമേ ഉള്ളായിരുന്നു, ദൈവജനത്തെ എങ്ങനെയെങ്കിലും വിടുവിക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. Even though Queen Esther was the wife of the king, all the desire of her heart was how to save the children of God from destruction. രാജാവിനോട് കൃപയുണ്ടെങ്കിൽ അപേക്ഷയോട് പറയുകയാണ്, എൻ്റെ ആഗ്രഹം നിവർത്തിക്കേണ്ടതിന് രാജാവ് എന്ത് ചെയ്യണം? തിരുവുള്ളം പ്രസാദിക്കണം. ഹല്ലേലൂയ. രാജാവും ഹാമാനും ഞാൻ ഒരുക്കിയിരിക്കുന്ന വിരുന്നിലേക്ക് കടന്നു വേണം. അത് ഒറ്റ ഒരു ആഗ്രഹമാണ് എസ്തേറിനുള്ളത്. അവിടെ വെച്ച് രാജാവിൻ്റെ ഹൃദയം പ്രസാദിക്കുവാനിടയായി തീരും, തൻ്റെ കാര്യം അവിടെ പറയുവാനിടയായി. ഇന്ന് പൽക്കാലം കടന്നു ദൈവമക്കളോട് ഓർപ്പിക്കാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ഒറ്റ ആഗ്രഹമേ ഉണ്ടാവൂ, ദൈവ സാന്നിധ്യം. ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെ കൃപ ആരാധന നമ്മുടെ മധ്യയെ കടന്നു വന്ന് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. ആ ദൈവത്തെ ആരാധിച്ച് സന്തോഷത്തോടെ കടന്നു പോകുന്ന ആഗ്രഹത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ നമ്മുടെ ആരാധന ദൈവ സാന്നിധ്യം രുചിച്ചറിയുവാനിടയായി തീരും. Here we see Queen Esther petitioning the king, saying, if I have found grace in the sight of the king, then could the king and Haman come to the banquet I prepared for them tomorrow, and tomorrow I will present my petition. So today, if you are in the presence of God, all your desire should be an earnest desire for the Lord's presence to be in your life, and the Lord will fulfill all your other desires. എൻ്റെ എസ്തേറിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളിലേക്ക് കടന്നു ഇങ്ങനെ കാണുവാനിടയായി തീരും. 2 ദിവസം കഴിഞ്ഞിട്ട് വീഞ്ഞിൻ്റെ സമയമായപ്പോൾ രാജാവ് എന്ത് ചെയ്യുന്നറിയാമോ? എസ്തേർ രാജിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നിട്ട് ചോദിക്കുകയാണ്, നിൻ്റെ അപേക്ഷ എന്ത്? അടുത്ത് ചോദിക്കുന്നത്, നിൻ്റെ ആഗ്രഹം എന്തെന്ന്. Coming to Esther chapter 7 verses 2 and 3, we see the king coming to the banquet that was prepared by Queen Esther and asking her, what is your petition and what is your request? ഇന്ന് പൽക്കാലം നമ്മുടെ രാജാവും കർത്താവുമായ യേശു കർത്താവ് നമ്മുടെ ആരാധന മധ്യേ കടന്നു വന്നിട്ടുണ്ട്. ഇന്ന് പൽക്കാലം നമ്മോട് ചോദിക്കുകയാണ്, നമ്മുടെ അപേക്ഷ എന്ത്, നമ്മുടെ ആഗ്രഹം എന്തെന്ന് ദൈവം നമ്മോട് ചോദിക്കുമ്പോൾ എന്താണ് ഇന്ന് പൽക്കാലം നമ്മുടെ ദിവസത്തിൽ ഹല്ലേലൂയ പറയുവാനുള്ളത്? Today the King of Kings and the Lord of Lords, who is our King, has come into our world
worship and is asking you, what is your request? What is your petition? ലോകത്തിലെ രാജാവ് വിളിച്ചു പറയുകയാണ്, എസ്തേർ രാജ്ഞിയെ, നിനക്ക് രാജ്യത്തിന്റെ പകുതി വേണമെങ്കിലും ഞാൻ നിനക്ക് തരാം. നിന്റെ അപേക്ഷ എന്താണ്, ആഗ്രഹം എന്താണ്? അത്രത്തോളം രാജാവിന്റെ ഹൃദയം അലിയുവാനിടയായി തീർന്നു. Here we see a worldly king telling Queen Esther, Queen, what is your request? Even if it is half the kingdom, it shall be granted to you. അതിന് എസ്തേർ പറയാനുള്ളത്, രാജാവേ, എന്നോട് കൃപ തോന്നണം, എൻ്റെ അപേക്ഷ കേട്ട് എൻ്റെ ജീവനെ ഓർത്ത് ഈ ജനത്തെ മുഴുവനും വിടുവിക്കണം, ഇസ്രായേൽ ജനത്തെ വിടുവിക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹം മാത്രമേ എസ്തേറിൻ്റെ ഹൃദയത്തിലുള്ളായിരുന്നു. And then Queen Esther answers and says, if I have found favor in your sight, O king, and if it pleases the king, let my life be given at my petition and my people at my request. So Esther had only one request and petition and one desire, that was to save the children of Israel. നമുക്ക് ഓർപ്പിക്കുവാനുള്ളത്, നശിച്ചുപോകുന്ന ജനങ്ങളെ പറ്റിയുള്ള ഹല്ലേലൂയ വലിയൊരു വാഞ്ച, അവരെ എങ്ങനെയെങ്കിലും ദൈവത്തിലേക്ക് നേടണം എന്നുള്ള ആകാംക്ഷ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ദൈവത്തോട് ചോദിക്കുന്ന പലകാലം കടന്നു വരുമ്പോൾ, കർത്താവേ, ഹല്ലേലൂയ, ഈ ജനത്തെ എങ്ങനെ എനിക്ക് നേടുവാൻ പറ്റും, ഹല്ലേലൂയ, നശിച്ചുപോകുന്ന ജനത്തെ എങ്ങനെ ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ആ ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവം നമ്മുടെ ഹല്ലേലൂയ ആ ചിന്തകളെ ഹല്ലേലൂയ സാധിക്കുവാനിടയായി തീരും. Today your heart must be governed by an earnest desire to save a group of people around you that is set for destruction. But if you have that earnest desire and bring it to the Lord, then the Lord will give you opportunities to bring them to salvation. സങ്കീർത്തനം 38:9 വാക്യം കടന്നു വരാം, നോക്കാം. Let's go to Psalm 38 verse 9 please. കർത്താവേ, എൻ്റെ ആഗ്രഹമൊക്കെയും നിന്റെ മുമ്പിൽ ഇരിക്കുന്നു, എൻ്റെ ഞരക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നതുമില്ല. Lord, all my desires before you, and my sighing is not hidden from you. ഒരു ദൈവപൈതലിന്റെ ആഗ്രഹങ്ങളൊക്കെയും ദൈവത്തിന്റെ മുൻപാകെ ഇരിക്കുകയാണ്. If you are a child of God, then all your desires are before the Lord. നമ്മുടെ ആഗ്രഹങ്ങൾ പലപ്പോഴും നമ്മൾ മറ്റുള്ളവരോട്, കൂട്ടുകാരോടും ബന്ധക്കാരോടും ചാച്ചക്കാരോടൊക്കെ പറയും. അതിന് മുൻപായി അറിയുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് പൽക്കാലം ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്. Today you might have already shared your desires with your friends and relatives, but even before you did so, the Lord knows your requests. ഹല്ലേലൂയ. നമ്മുടെ ഞരക്കങ്ങൾ, നമ്മുടെ വേദനകൾ, നെടുവീർപ്പുകൾ ചുറ്റുപാടുള്ള ആൾക്കാരും കണ്ടില്ലായിരിക്കാം. ഹല്ലേലൂയ, സ്തോത്രം, കണ്ടാലും കണ്ടില്ലാതെ പോയിരിക്കാം. എന്നാൽ ഇന്ന് പൽക്കാലം സർവശക്തനായ ദൈവം കടന്നു വന്നിട്ടുണ്ട്. ആ ദൈവം ഹല്ലേലൂയ ദൈവത്തിന്റെ മനസ്സിലൂടെ പറയുക, ഹല്ലേലൂയ, നിന്റെ നെടുവീർപ്പുകളും നിന്റെ ഞരക്കങ്ങളും അറിയുന്ന ഒരു ദൈവമാണ്. അവന്റെ മുമ്പിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല എന്ന് വായിക്കുന്നു. Today your sighing, your deep groans and your pain might be invisible or visible to those around you, but to the Lord your sighing is not hidden from his sight. നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവത്തിന്റെ ആഗ്രഹങ്ങളോട് ചേർന്നതാണോ എന്ന് ഇന്ന് പൽക്കാലം ഒന്ന് അല്ല ചിന്തിപ്പാനിടയായി തീരണം. But today you have to evaluate whether your desires are coinciding with the Lord's wishes and desires. കോരഹൂത്തന്മാർ ഇപ്രകാരം പറയുന്നുണ്ട്, ഹലോ, എൻ്റെ ആഗ്രഹം എന്തെന്ന് പറയുന്നത് ആലയത്തിലേക്ക് ഒന്ന് ചെല്ലണം, അവനെ ഒന്ന് ആരാധിക്കണം, അവൻ്റെ മനോഹരത്വം ഒന്ന് കാണണം, ഹല്ലേലൂയ, അവനെ ഒന്ന് സ്തുതിക്കണം. അതാണ് കോരഹൂത്തന്മാരുടെ ആഗ്രഹം. We read that the sons of Korah had one desire, to see the beauty of the Lord and to worship him in his holy presence. സദൃശവാക്യം 11-ാം അധ്യായത്തിന്റെ 23-24 വാക്യങ്ങൾ വായിക്കാം. Let's go to the book of Proverbs chapter 11 verses 23 and 24 please. നീതിമാന്മാരുടെ ആഗ്രഹം നന്മ തന്നെ, നീതിമാന്മാരുടെ പ്രതീക്ഷയോ ക്രോധമത്രേ. ഒരുത്തൻ വാരി വിതറിയിട്ടും വർദ്ധിച്ചു വരുന്നു, മറ്റൊരുത്തൻ ന്യായവിരുദ്ധമായി ലോപിച്ചിട്ടും ഞെരുക്കമേയുള്ളൂ. The desire of the righteous is only good, but the expectation of the wicked is wrath. There is one who scatters, yet increases more, and there is one who withholds more than is right, but it leads to poverty. നമ്മൾ നീതിമാനാണെങ്കിൽ നമ്മുടെ ഹല്ലേലൂയ ആ തീരുമാനവും നമ്മുടെ ആഗ്രഹമുണ്ടല്ലോ, അത് നന്മയ്ക്ക് വേണ്ടി വ്യാപരിക്കുവാനിടയായി തീരും. If you are a righteous person, then your decisions and your desires will work together for good. നന്മയായുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ അടുത്ത ദിവസം നമുക്ക് അസാധ്യമെന്ന് തോന്നിയാലും ദൈവം അത് സാധ്യമാക്കി നമ്മുടെ മുൻപിൽ കൊണ്ടുതരുവാനിടയാക്കി തീർക്കും. If your desire is good and you present it to the Lord, even if it seems impossible to you at present, the Lord will bring it to fruition. പലപ്പോഴും നമുക്ക് അതിനുള്ള കഴിവോ മിടുക്കോ സാമർഥ്യമോ ഹല്ലേലൂയ സമ്പത്തോ ഹല്ലേലൂയ ഒന്നും കാണത്തില്ല. എന്നാൽ എസ്തേർ രാജ്ഞിയെ ഓർത്ത കർത്താവ്, ഹല്ലേലൂയ, എന്നെ നിങ്ങളെ ഓർത്ത് ദൈവത്തിന്റെ സമയമാകുമ്പോൾ തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് പൽക്കാലം ഞാനും നിങ്ങളും ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത്. You might not have the skills, contacts or resources to bring your desires to fruition, but if you put your expectation on the Lord, then the very Lord who brought about the desires of the heart of Queen Esther will bring about your desires as well. ജ്ഞാനിയായ ശലോമോൻ രണ്ട് വിധത്തിലുള്ള ആഗ്രഹങ്ങളെ പറ്റി പറയുന്നു. ഒന്ന് നീതിമാന്മാരുടെ ആഗ്രഹം, രണ്ട് ദുഷ്ടന്മാരുടെ ആഗ്രഹം. നീതിമാന്മാരുടെ ആഗ്രഹങ്ങൾ അത്
നന്മയ്ക്ക് വേണ്ടി വ്യാപരിക്കുമ്പോൾ ദുഷ്ടന്മാരുടെ പ്രതീക്ഷയോ അത് ക്രോധമത്രയായി തീരുവാനിടയായി തീരും. Here King Solomon, who is known as the wisest of the wise, describes two kinds of desires: the desires for the righteous, which are good things, and the desires of the wicked, which leads to wrath. നീതിമാനായ ഒരു വ്യക്തി എത്ര വാരി വിതറിയിട്ടും അവന് വർദ്ധിച്ചു വരുന്നതേയുള്ളൂ. എന്നാൽ ദുഷ്ടനായ ഒരു വ്യക്തി ഉണ്ടല്ലോ, അവൻ എത്ര ലോഭിച്ചിട്ടും എത്ര ചുരുക്കിയിട്ടും അത് ഒരിക്കലും അവന് ഞെരുക്കമായി തീരുവാനിടയായി തീരുന്നു. When a righteous man scatters and donates his wealth, it still increases his wealth. But when a wicked man withholds more than what is right and is miserly, it still leads to poverty. നമ്മൾ നീതിമാനായ വ്യക്തിയാണെങ്കിൽ എത്ര ദൈവനാമത്തിന് കൊടുത്താലും വാരി വിതറിയാലും ഹല്ലേലൂയ നമ്മുടെ ആവശ്യങ്ങളെ ആഗ്രഹങ്ങളെ അറിഞ്ഞ് അതാത് സമയത്ത് നമുക്ക് വേണ്ടി ദൈവം എന്നറിയാമോ വലിയ വാതിലുകളെ വഴികളെ തുറക്കുവാനിടയായി തീർക്കും. If you are a righteous person and you give generously to the Lord, then the Lord will not let any of your desires fall to the ground, but rather he will bring about the resources required to make it happen. യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായത്തിലെ 4-ാമത്തെ വാക്യം നോക്കാം. Let's go to John chapter 7 verse 4 please. പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നവൻ ആരും രഹസ്യത്തിൽ ഒന്നും ചെയ്യുന്നില്ലല്ലോ. നീ ഇത് ചെയ്യുന്നുവെങ്കിൽ ലോകത്തിന് നിന്നെ തന്നെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞു. For no one does anything in secret while he himself seeks to be known openly. If you do these things, show yourself to the world. ഹല്ലേലൂയ. ദൈവം പ്രസിദ്ധനാക്കുന്നവരുണ്ട്, തന്നെ പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നവരുമുണ്ട്. There are many people who become popular by the Lord, and then there are many people who seek to be popular on their own merit. യോഹന്നാൻ സുവിശേഷം വായിക്കുന്നത് പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്ന ആരും രഹസ്യത്തിൽ ഒന്നും ചെയ്യുന്നില്ലല്ലോ. In John chapter 7 we read, for no one who does anything in secret while he himself seeks to be known openly. ഇന്ന് പൽക്കാലം നമ്മൾ കടന്നു വന്നപ്പോൾ രഹസ്യങ്ങളെ കാണുന്ന ഒരു ദൈവത്തിന് മുൻപാകെയാണ് ഇന്ന് പൽക്കാലം നമ്മൾ ആയിരിക്കുന്നത്. Today as you come into the presence of the Lord, you must be reminded that this is a Lord who can see all secrets of the heart. ഹല്ലേലൂയ സ്തോത്രം. ആ രഹസ്യങ്ങളെ കാണുന്ന ദൈവം ആ സമയമാകുന്നറിയാമോ സകലതും വെളിയത്ത് കൊണ്ടുവരുവാനിടയായി തീരും. And the Lord who sees every secret things will bring about everything into the open at the appropriate time. ഹല്ലേലൂയ സ്തോത്രം. അടുത്ത വാക്യം വായിക്കുന്നത് ഇതൊക്കെ ചെയ്യുന്നെങ്കിൽ ലോകത്ത് തന്നെ വെളിപ്പെടുത്തുക തന്നെ എന്ന് പറയുന്നു. In the next line we read, if you do these things, show yourself to the world. ഹല്ലേലൂയ. പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്ന അനേക വ്യക്തി ജീവിതങ്ങളുണ്ട്. There are many people in this world who desire to be popular. ഹല്ലേലൂയ. ദൈവം നമ്മളെ പ്രസിദ്ധനാക്കി കഴിഞ്ഞാൽ നോട്ടീസിനകത്ത് ഫോട്ടോയോ പേരോ ഒന്നും വന്നില്ലെങ്കിലും എവിടെയെങ്കിലും ഒളിച്ചിരുന്നാലും ഹല്ലേലൂയ ദൈവം അവിടെ നിന്ന് പൊക്കിയെടുത്തുകൊണ്ട് വന്ന് ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ നമ്മളെ പ്രസിദ്ധരാക്കി തീർക്കുവാനിടയായി തീരും. If you depend on the Lord to make yourself well known, then your face might not be plastered on the face of any notice, but the Lord will still make you well known and popular. യോസഫ് ഒരിക്കലും പ്രസിദ്ധനാകുവാൻ മുന്നിൽ കടന്നു വന്നില്ല. കാരാഗ്രഹത്തിൽ കിടന്നപ്പോഴും ഹല്ലേലൂയ സ്തോത്രം, കുണ്ടറയിലായിരുന്നപ്പോഴും ഹല്ലേലൂയ സ്തോത്രം, എവിടെ ആയിരുന്നാലും ദൈവത്തിൻ്റെ സമയമായപ്പോഴറിയാമോ അവനെ അവിടെ നിന്ന് കൊണ്ടുവന്ന് പ്രസിദ്ധനാക്കി രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിർത്തുവാനിടയാക്കി തീർത്തു. Joseph never tried to make himself popular even when he was in the dungeon or in prison, but rather when the appropriate time came about, then the Lord plucked him out of prison and put him in the king's palace. അപ്പോസ്തല പ്രവൃത്തി 25-ാം അധ്യായത്തിന്റെ 21-22 വാക്യങ്ങൾ വായിക്കാം. Let's go to Acts chapter 25 verses 21 and 22 please. എന്നാൽ പൗലോസ് ചക്രവർത്തി തിരുമനസ്സിലെ വിധിക്കായി എന്നെ സൂക്ഷിക്കണം എന്ന് അഭയം ചൊല്ലുകയാൽ കൈസരുടെ അടുക്കൽ അയക്കുവോളം അവനെ സൂക്ഷിക്കുവാൻ കൽപ്പിച്ചു. ആ മനുഷ്യന്റെ പ്രസംഗം കേൾക്കുവാൻ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നെന്ന് അഗ്രിപ്പ ഫെസ്തോസ്യോസിനോട് പറഞ്ഞതിന് നാളെ കേൾക്കാമെന്ന് അവൻ പറഞ്ഞു. But when Paul appealed to be reserved for the decision of Augustus, I commanded him to be kept till I could send him to Caesar. Then Agrippa said to Festus, I also would like to hear the man myself. Tomorrow, he said, you shall hear him. ഇവിടെ കാണുവാനിടയായി തീർന്നത് പ്രസംഗം കേൾക്കുവാനുള്ള ഒരു ആഗ്രഹത്തെ പറ്റിയാണ്. Today we can see a person who wants to hear the word of Paul. ഇവിടെ ആരെന്നറിയോ? അഗ്രിപ്പ രാജാവ് ഇവിടെ പറയുകയാണ് ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ ദൈവദാസന്റെ പ്രസംഗം ഒന്ന് കേൾക്കണമെന്ന്. Here King Agrippa says, I would like to hear the word of the man of God. ഹല്ലേലൂയ. ദൈവം എന്ത് പറയുന്നുണ്ടോ അത് കേൾക്കുവാൻ വേണ്ടി നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുവാനിടയായി തീരും. When we submit ourselves to listen to the word of God, then the Lord will work in our hearts. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നമ്മൾ വിധിക്കാതെ ദൈവമേ നിന്റെ ആത്മാവിനാൽ എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിന് ആവശ്യമുള്ള ആലോചന നൽകുവാനിടയായി തീരും. When we come into the presence of the Lord without a prejudiced heart, then the Lord will speak to us. അല്ലെങ്കിൽ ഇവിടെ വായിക്കുന്ന ആ മനുഷ്യന്റെ പ്രസംഗം കേൾക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് അഗ്രിപ്പ രാജാവ് ഫെലിസ്തോസിനോട് പറയുവാനിടയായി തീർന്നു. Here we read, then Agrippa said to Festus, I also would like to hear the man myself. അങ്ങനെ ആഗ്രഹമുണ്ട് ആത്മാവിന് എന്തറിയാമോ ദൈവം തൃപ്തിയിരിക്കുവാനിടയായി തീരും. If you have such a desire, then the Lord will fulfill
the desires of your heart. അതിന് ഉത്തരം പറഞ്ഞത് നാളെ നമുക്ക് കേൾക്കാമെന്ന് പറയുവാനിടയായി തീർന്നു. Tomorrow he said, you shall hear him. അപ്പോൾ 1 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യോടെ വായിക്കാം. Let's go to 1 Peter chapter 3 verse 10 please. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. For he who would love life and see good days, let him refrain his tongue from evil and his lips from speaking deceit. ഇവിടെ നമ്മൾ കാണുവാനിടയായി തീരും ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ പറ്റി. Here we can see a person who loves life and loves to see good days. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് നമുക്ക് മുന്നോട്ട് ജീവിക്കണം, നല്ലൊരു ഭാവി, ഒരു ശുഭകാലം കാണണമെന്ന്. Every one of us desires that we need to have a good life and have good days ahead of us. അതിനെന്ത് ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത്? ദോഷം ചെയ്യാൻ നിന്റെ നാവിനെയും വ്യാജം പറയാൻ നിന്റെ അധരത്തെയും അടക്കുവാനിടയായി തീരണം. But if you truly want that, then you should refrain your tongue from evil and your lips from speaking deceit. പലപ്പോഴും നമുക്ക് മനുഷ്യന് മുൻപാകെ ദോഷങ്ങളും കള്ളങ്ങളൊക്കെ വ്യാജമൊക്കെ പറയാം, എന്നാൽ നമ്മളെ തൂക്കി നോക്കുന്ന ദൈവത്തിന് മുൻപാകെ നമുക്കൊരു കള്ളവും പറയുവാൻ പറ്റത്തില്ല. നമ്മുടെ ഹൃദയങ്ങളെ സകലതും അറിയും നമ്മുടെ ദൈവമാണ്. You can speak many lies and falsehoods to many people around you, but you cannot lie to the Lord who sees everything. നമ്മൾ വായിച്ച സംഗീതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ വായിക്കുവാനിടയായി തീർന്നത് തന്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? സാധിപ്പിക്കുവാനിടയാക്കി തീർക്കും. Coming back to the psalm that we just read, in verse 19 we read, he will fulfill the desire of those who fear him. അതെങ്ങനെയാണ് സാധിപ്പിക്കുന്നറിയാമോ? അവരുടെ നിലവിളി എന്നറിയാമോ? ഈ ഭൂമിയിൽ കിടക്കത്തില്ല, അത് സ്വർഗത്തിലേക്ക് ചെല്ലുവാനിടയായി തീരും. ആ നിലവിളി കേട്ടിട്ട് ദൈവം മൗനമായിരിക്കത്തില്ല. അവൻ ഇറങ്ങി വന്ന് തക്ക സമയത്ത് തന്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുവാനിടയായി തീരും. So how does the Lord fulfill the desires of his righteous? He does it by hearing their cry and coming down to the earth to save them. ഇന്ന് പൽക്കാലം അനേക ആഗ്രഹങ്ങളോടെ ആവശ്യങ്ങളോടെ നമ്മൾ ദൈവസ്ഥനിലായിരിക്കുമ്പോൾ ആ ആവശ്യങ്ങളെ ആഗ്രഹങ്ങളെ ദൈവത്തിന് മുൻപാകെ സമർപ്പിച്ച കർത്താവേ, നിന്റെ ഇഷ്ടമുണ്ടെങ്കിൽ നിന്റെ ഹിതമുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഈ ഓരോ ആഗ്രഹങ്ങൾ സമയമാകുമ്പോൾ സാധിപ്പിച്ചാണ്. എത്ര പേര് പ്രാർത്ഥിക്കും? കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. So today if you have earnest desires in your heart, then submit it to the Lord and say to the Lord, Lord, will you please fulfill the desires of your heart, and praise him if you truly believe that. എൻ്റെ 20-ാമത്തെ വാക്യോടെ വായിക്കാം. Let's read verse 20 please. യഹോവ തന്നെ സ്നേഹിക്കുന്ന ഏവരെയും പരിപാലിക്കുന്നു, എന്നാൽ സകല ദുഷ്ടന്മാരെയും അവൻ നശിപ്പിക്കും. The Lord preserves all who love him, but all the wicked he will destroy. ഇന്ന് പൽക്കാലം ദൈവം എന്നെ നിങ്ങളെയും സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഇന്ന് പൽക്കാലം ഇന്ന് നമ്മൾ കടന്നു വരുവാനിടയായി തീർന്നത്. അനേക കുറവുകൾ അനേക തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും കൃപയാൽ ദൈവമായ കർത്താവിൻ്റെ ആ കൃപ, ആ സ്നേഹം അനവധി ഉണ്ടായത് മുഖാന്തരം നമുക്ക് ഇന്ന് പൽക്കാലം ദൈവസ്ഥനിലായിരിക്കാനിടയായി തീർന്നു. Today you are here because the Lord loves you. Even though we had many sins and iniquities and failings in our lives, it is because of the extreme love that God has shown us that you are standing in his presence today. എന്നാൽ ദൈവമായ കർത്താവ് ദീർഘക്ഷമയുള്ള ദൈവമായതുകൊണ്ട് കുറച്ചുകൂടെ നോക്കുവാനിടയായി തീരും. അടുത്ത വാക്കിൽ വായിക്കുന്നത്, എന്നാൽ സകല ദുഷ്ടന്മാരെ ദൈവം നശിപ്പിക്കുവാനിടയായി തീരും. In the next line we read, but all the wicked he will destroy. The Lord is long suffering, but there is a point where he will carry out his judgment. അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് കഴുകൽ പ്രാപിച്ച് ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ വേർപാടോടെ ജീവിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യുമാട്ടെ. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മളെ ബലപ്പെടുത്തട്ടെ. So let the Lord enable us to live in righteousness and present our desires before him. May the Lord help us by these words. Amen. Amen. Thank you. God bless you. Praise the Lord. ദൈവമായ കർത്താവ്